ക്ഷമ ബൈബിൾ ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യായാധിപന്മാരുടെ പുസ്തകം അധ്യായം 1 ബൈബിൾ ക്വിസ്. യോശുവയുടെ മരണശേഷം ഇസ്രായേൽ മക്കൾ യഹോവയോട് എന്ത് ചോദ്യം ചോദിച്ചു? ഞങ്ങളിൽ ആരാകുന്നു കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ ആദ്യം പുറപ്പെടേണ്ടത് എന്ന് യഹോവയോട് ചോദിച്ചു. യോശുവയുടെ മരണശേഷം ഇസ്രായേൽ മക്കൾ യഹോവയോട് ഞങ്ങളിൽ ആരാകുന്നു കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ ആദ്യം പുറപ്പെടേണ്ടത് എന്ന് ചോദിച്ചതിന് യഹോവ എന്ത് മറുപടി കൽപ്പിച്ചു? യഹൂദ പുറപ്പെടട്ടെ, ഞാൻ ദേശം അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് യഹോവ കൽപ്പിച്ചു. കനാന്യർക്കെതിരെ തന്നോടൊപ്പം യുദ്ധത്തിന് വരാൻ യഹൂദ ആരോട് ആവശ്യപ്പെട്ടു? യഹൂദ തന്റെ സഹോദരനായ ശിമെയോനോട് ആവശ്യപ്പെട്ടു. യഹൂദ തന്റെ സഹോദരനായ ശിമെയോനോട് എന്ത് അപേക്ഷയാണ് നടത്തിയത്? എന്റെ അവകാശ ദേശത്ത് കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ നീ എന്നോടുകൂടെ പോരേണം, നിന്റെ അവകാശ ദേശത്ത് നിന്നോടുകൂടെ ഞാനും വരാം എന്ന് പറഞ്ഞു. യഹൂദയോടുകൂടെ കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ പോയത് ആരാണ്? ശിമെയോൻ. യഹൂദയുടെയും ശിമെയോന്റെയും കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട രണ്ട് ജനതകൾ ഏതൊക്കെയാണ്? കനാന്യരെയും പെരിസ്യരെയും. യഹൂദയും ശിമെയോനും ബേസെക്കിൽ വെച്ച് എത്ര പേരെ സംഹരിച്ചു? 10,000 പേരെ. യഹൂദയും ശിമെയോനും 10,000 പേരെ കൂടാതെ ആരെയാണ് ബേസെക്കിൽ വെച്ച് കണ്ടത്? അദോനി ബേസെക്കിനെ. യഹൂദ അദോനി ബേസെക്കിനെ കണ്ട് അവനോട് യുദ്ധം ചെയ്ത് ആരെയെല്ലാം സംഹരിച്ചു? കനാന്യരെയും പെരിസ്യരെയും സംഹരിച്ചു. അദോനി ബേസെക്കിനെ പിന്തുടർന്ന് പിടിച്ച ശേഷം യഹൂദ അദോനി ബേസെക്കിനോട് എന്താണ് ചെയ്തത്? അവന്റെ കൈകാലുകളുടെ പെരുവിരൽ മുറിച്ചു കളഞ്ഞു. അദോനി ബേസെക്കിനെ എവിടേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് അവൻ മരിച്ചു? യെരുശലേമിലേക്ക്. ആരാണ് പറഞ്ഞത്? കൈകാലുകൾ മുറിച്ച 70 രാജാക്കന്മാർ എന്റെ മേശയിൻ കീഴെ പെറുക്കി തിന്നിരുന്നു, ഞാൻ ചെയ്തതുപോലെ തന്നെ ദൈവം എനിക്ക് പകരം ചെയ്തിരിക്കുന്നു. അദോനി ബേസെക്ക് പറഞ്ഞു. തന്റെ കൈകാലുകളുടെ പെരുവിരൽ മുറിച്ചു കളഞ്ഞത് എന്ത് കാരണത്താലാണെന്നാണ് അദോനി ബേസെക്ക് പറഞ്ഞത്? ഞാൻ ചെയ്തതുപോലെ തന്നെ ദൈവം എനിക്ക് പകരം ചെയ്തിരിക്കുന്നു. ന്യായാധിപന്മാർ 1:8 അനുസരിച്ച് ആരാണ് യെരുശലേമിന്റെ നേരെ യുദ്ധം ചെയ്ത് അതിനെ പിടിച്ചത്? യഹൂദ മക്കൾ. യഹൂദ മക്കൾ യെരുശലേമിന്റെ നേരെ യുദ്ധം ചെയ്ത് എന്തെല്ലാം 4 കാര്യങ്ങൾ ചെയ്തു? അതിനെ പിടിച്ച് വാളിന്റെ വായ്ത്തലയാൽ വെട്ടി നഗരം തീയിട്ട് ചുട്ടുകളഞ്ഞു. യെരുശലേം നഗരം തീയിട്ട് ചുട്ടുകളഞ്ഞതിനു ശേഷം യഹൂദ മക്കൾ ആരോട് യുദ്ധം ചെയ്യാൻ പോയി? മലനാട്ടിലും തെക്കേ ദേശത്തിലും താഴ്വീതിയിലും പാർത്തിരുന്ന കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ പോയി.
യെരുശലേമിന് ശേഷം യഹൂദ മക്കൾ എവിടെ പാർത്തിരുന്ന കനാന്യരുടെ നേരെയും ചെന്നു. ഹെബ്രോൻ. ഹെബ്രോന് പണ്ട് എന്തു പേരായിരുന്നു? കിര്യത്ത് അർബ. ഹെബ്രോനിൽ അവർ ആരെയെല്ലാം സംഹരിച്ചു? ശേഷായി, അഹീമാൻ, തൽമായി എന്നവരെ. ഹെബ്രോനിനെ പരാജയപ്പെടുത്തിയ ശേഷം യഹൂദ മക്കൾ ആരുടെ നേരെ ചെന്നു? ദെബീർ നിവാസികളുടെ. ദെബീരിനു പണ്ട് എന്തു പേരായിരുന്നു? കിര്യത്ത് സെഫർ. കിര്യത്ത് സേഫർ ജയിച്ചടക്കുന്നവന് തന്റെ മകൾ അക്സയെ ഭാര്യയായി കൊടുക്കുമെന്ന് പറഞ്ഞതാര്? കാലേബ്. കിര്യത്ത് സേഫർ പിടിച്ചതാര്? കാലേബിന്റെ അനുജനായ കെനസിന്റെ മകൻ ഒത്നിയേൽ. കെനസിന്റെ മകനായ ഒത്നിയേലിന് കാലേബ് എന്താണ് നൽകിയത്? അവൻ തന്റെ മകൾ അക്സയെ അവനു ഭാര്യയായി കൊടുത്തു. അപ്പനോട് ഒരു വയൽ ചോദിപ്പാൻ അക്സ ഒത്നിയേലിനെ എപ്പോഴാണ് ഉത്സാഹിപ്പിച്ചത്? അവൾ വന്നപ്പോൾ. അക്സ കഴുതപ്പുറത്തു നിന്ന് ഇറങ്ങിയപ്പോൾ ആരാണ് അവളോട് നിനക്ക് എന്ത് വേണം എന്ന് ചോദിച്ചത്? കാലേബ്. അക്സ തന്റെ പിതാവിനോട് നീരുറവുകളും എനിക്ക് തരണമേ എന്ന് ആവശ്യപ്പെടുന്നതിന് മുമ്പ് അവൾ പറഞ്ഞത് എന്തായിരുന്നു? ഒരു അനുഗ്രഹം എനിക്ക് തരണമേ. അക്സ തന്റെ പിതാവിനോട് നീരുറവുകൾ ചോദിച്ചപ്പോൾ അവൻ അവൾക്ക് താഴ്വരയിലെ നീരുറവുകൾക്ക് പുറമെ എന്തും കൂടി നൽകി? മലയിലെ നീരുറവുകൾ. മോശയുടെ അളിയൻ ഉൾപ്പെട്ടിരുന്ന ആളുകളുടെ പേരെന്തായിരുന്നു? കേന്യർ. മോശയുടെ അളിയനായ കേന്യന്റെ മക്കൾ യഹൂദ മക്കളോടുകൂടെ എവിടേക്കാണ് ഈന്തപ്പട്ടണത്തിൽ നിന്നും പോയത്? അരാദിന് തെക്കുള്ള യഹൂദ മരുഭൂമിയിലേക്ക്. യഹൂദായും സഹോദരൻ ശിമെയോനും ആരെയാണ് വെട്ടി നിർമൂലമാക്കിയത്? സെഫാത്തിൽ പാർത്തിരുന്ന കനാന്യരെ. ശിമെയോനും യഹൂദായും സെഫാത്തിനെ വെട്ടി നിർമൂലമാക്കിയതിനു ശേഷം അതിന് എന്ത് പേരിട്ടു? ഹോർമ. സെഫാത്തിന് ശേഷം യഹൂദ പിടിച്ചടക്കിയ സ്ഥലങ്ങൾ ഏതെല്ലാമാണ്? ഗസ്സയും അതിന്റെ അതിർനാടും, അസ്കലോനും അതിന്റെ അതിർനാടും, എക്രോനും അതിന്റെ അതിർനാടും. 6 യഹൂദയോടുകൂടെ ഉണ്ടായിരുന്നു.
യഹോവ. ഏത് പ്രദേശമാണ് യഹൂദയ്ക്ക് കൈവശമാക്കാൻ കഴിഞ്ഞത്? മലനാട്. ഏത് പ്രദേശത്തിലുള്ളവരെയാണ് യഹൂദയ്ക്ക് നീക്കിക്കളവാൻ കഴിയാതെ പോയത്? താഴ്വരയിലെ നിവാസികളെ. താഴ്വരയിലെ നിവാസികളെ നീക്കിക്കളവാൻ യഹൂദയ്ക്ക് കഴിയാതെ പോയത് എന്തുകൊണ്ട്? താഴ്വരയിലെ നിവാസികൾക്ക് ഇരുമ്പു രഥങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട്. കാലേബിന് ഏത് പ്രദേശമാണ് നൽകിയത്? ഹെബ്രോൻ. യെരുശലേമിൽ നിന്ന് യെബൂസ്യരെ നീക്കിക്കളയാതിരുന്നവർ ആരാണ്? ബെന്യാമീൻ മക്കൾ. ഇന്നുവരെ ബെന്യാമീൻ മക്കളോടുകൂടെ യെരുശലേമിൽ പാർത്തു വരുന്നത് ആരായിരുന്നു? യെബൂസ്യർ. ബഥേൽ ഒറ്റുനോക്കുവാൻ ആളയച്ചത് ആരാണ്? യോസഫിന്റെ ഗ്രഹം. ബഥേൽ പട്ടണത്തിന് മുൻപ് എന്തു പേരായിരുന്നു? ലൂസ്. പട്ടണത്തിൽ നിന്നും ഇറങ്ങി വരുന്ന ഒരുത്തനെ കണ്ടിട്ട് ഒറ്റുനോക്കുകാർ അവനോട് എന്തു പറഞ്ഞു? പട്ടണത്തിൽ കടപ്പാൻ ഒരു വഴി കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾ നിന്നോട് ദയ ചെയ്യും എന്ന് പറഞ്ഞു. പട്ടണത്തിലേക്ക് കടപ്പാൻ ഒരു വഴി കാണിച്ചു തന്നാൽ എന്തു ചെയ്യുമെന്ന് ഒറ്റുനോക്കുകാർ വാഗ്ദാനം ചെയ്തു. ഞങ്ങൾ നിന്നോട് ദയ ചെയ്യും എന്ന് പറഞ്ഞു. യോസഫ് ഗൃഹത്തിൽ നിന്നുള്ള ഒറ്റുകാർ പട്ടണത്തിൽ നിന്നും ഇറങ്ങി വരുന്ന ഒരുത്തനോട് പട്ടണത്തിൽ കടപ്പാനുള്ള വഴി കാണിച്ചു തരണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവൻ എന്താണ് ചെയ്തത്? അവൻ പട്ടണത്തിൽ കടപ്പാനുള്ള വഴി അവർക്ക് കാണിച്ചു കൊടുത്തു. ബഥേലിലേക്ക് കടപ്പാനുള്ള വഴി എവിടെയാണെന്ന് അറിഞ്ഞതിനു ശേഷം യോസഫ് ഗൃഹം എന്തു ചെയ്തു? അവർ പട്ടണത്തെ വാളിന്റെ വായ്ത്തലയാൽ വെട്ടിക്കളഞ്ഞു. യോസഫ് ഗൃഹം ബഥേലിൽ നിന്ന് ആരെയാണ് വിട്ടയച്ചത്? പട്ടണത്തിൽ കടപ്പാനുള്ള വഴി അവർക്ക് കാണിച്ചു കൊടുത്ത മനുഷ്യനെയും അവന്റെ സകല കുടുംബത്തെയും. ബഥേലിൽ നിന്ന് വിട്ടയക്കപ്പെട്ട മനുഷ്യൻ എവിടേക്കാണ് പോയത്? അവിടെ അവൻ എന്തു ചെയ്തു? അവൻ ഹിത്യരുടെ ദേശത്ത് ചെന്ന് ഒരു പട്ടണം പണിത് അതിന് ലൂസ് എന്ന് പേരിട്ടു. മനശ്ശെ ഏതെല്ലാം നഗരങ്ങളിലെ നിവാസികളെ നീക്കിക്കളഞ്ഞില്ല? ബെർശിയാനിലും അതിന്റെ ഗ്രാമങ്ങളിലും, താനാക്കിലും അതിന്റെ ഗ്രാമങ്ങളിലും, ദോരിലും അതിന്റെ ഗ്രാമങ്ങളിലും, ഇബ്ളെയാമിലും അതിന്റെ ഗ്രാമങ്ങളിലും, മെഗിദ്ദോവിലും അതിന്റെ ഗ്രാമങ്ങളിലും പാർത്തിരുന്നവര്. ഇസ്രയേലിന് ബലം കൂടിയപ്പോൾ ഇസ്രയേൽ കനാന്യരെ കൊണ്ട് എന്തു ചെയ്യിച്ചു? അവർ കനാന്യരെ മുഴുവനും നീക്കിക്കളയാതെ അവരെ കൊണ്ട് ഊഴിയവേല ചെയ്യിച്ചു.
ഇസ്രയേലിൽ ഏത് ഗോത്രമാണ് ഗേസരിൽ പാർത്തിരുന്ന കനാന്യരെ നീക്കിക്കളയാതിരുന്നത്? എഫ്രൈം ഗോത്രം. സെബൂലൂൻ ഗോത്രം എവിടെ പാർത്തിരുന്ന കനാന്യരെ നീക്കിക്കളഞ്ഞില്ല? കിത്രോനിലും നഹലോലിലും പാർത്തിരുന്ന കനാന്യരെ നീക്കിക്കളഞ്ഞില്ല. കനാന്യർ എന്തായിത്തീർന്ന് സെബൂലൂന്യരുടെ ഇടയിൽ പാർത്തു? കനാന്യർ ഊഴിയവേലക്കാരായി തീർന്ന് അവരുടെ ഇടയിൽ പാർത്തു. ആഷേർ എവിടെ പാർത്തിരുന്നവരെ നീക്കിക്കളഞ്ഞില്ല? അക്കോവിലും സീദോനിലും അഹ്ലാബിലും അക്സീബിലും ഹെൽബയിലും അഫീക്കിലും രഹോബിലും പാർത്തിരുന്നവരെ. നഫ്താലി എവിടെ പാർത്തിരുന്നവരെ നീക്കിക്കളഞ്ഞില്ല? ബേത്ത്ശെമേശിലും ബേത്തനാത്തിലും പാർത്തിരുന്നവരെ. ഏത് രണ്ട് സ്ഥലങ്ങളിലെ നിവാസികൾ നഫ്താലി ഗോത്രത്തിന് ഊഴിയവേലക്കാരായി തീർന്നു? ബേത്ത്ശെമേശിലെയും ബേത്തനാത്തിലെയും നിവാസികൾ. ദാൻ മക്കളെ തിക്കിത്തള്ളി മലനാട്ടിൽ കയറ്റിയതാര്? അമ്മോര്യർ. അമ്മോര്യർ ദാൻ മക്കളെ തിക്കിത്തള്ളി മലനാട്ടിൽ കയറ്റി എവിടേക്ക് ഇറങ്ങുവാൻ സമ്മതിച്ചില്ല? താഴ്വരയിലേക്ക് ഇറങ്ങുവാൻ. അമ്മോര്യർ ദാൻ മക്കളെ തിക്കിത്തള്ളി മലനാട്ടിൽ കയറ്റി താഴ്വരയിലേക്ക് ഇറങ്ങുവാൻ അവരെ സമ്മതിച്ചതുമില്ല. അതിനാൽ അമ്മോര്യർക്ക് എവിടെ പാർപ്പാനുള്ള താല്പര്യം സാധിച്ചു? ഹർഹരേസിലും അയ്യാലോനിലും ശാൽബീമിലും. ഏത് ഗ്രഹത്തിന് ബലം കൂടിയപ്പോൾ ഹർഹരേസിലും അയ്യാലോനിലും ശാൽബീമിലും വസിച്ചിരുന്ന അമ്മോര്യരെ ഊഴിയവേലക്കാരാക്കി? യോസഫിന്റെ ഗ്രഹം. അമ്മോര്യരുടെ അതിർ എവിടെ വരെ ഉണ്ടായിരുന്നു? അക്രബീം കയറ്റവും സേലയും മുതൽ പിന്നെയും മേലോട്ടുണ്ടായിരുന്നു. ചോദ്യോത്തരങ്ങൾ ഇവിടെ അവസാനിച്ചു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.